ഉപേക്ഷിക്കാതെ മാധ്യസ്ഥം നൽകിടുവാനാ കോട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ അർത്ഥനകൾ. ഹല്ലേലൂയ. വലതുകരമുയർത്തി ഹല്ലേലൂയ. ഒച്ചത്തിൽ ഹല്ലേലൂയ. മക്കളെ, ദൈവത്തിന്റെ കരുണയും ദൈവത്തിന്റെ കൃപയും ഓരോ ചൊവ്വാഴ്ചയും ദൈവം വിളമ്പി തരുന്നത്. He is serving his mercy. He is serving his compassion. ഹല്ലേലൂയ. വലതുകരമുയർത്തി ഹല്ലേലൂയ. ഒച്ചത്തിൽ പറ ഹല്ലേലൂയ. ഒച്ചത്തിൽ പറ ഹല്ലേലൂയ. ഹല്ലേലൂയ. മക്കളെ, ദൈവത്തിന്റെ കരുണ അത് ദൈവം തന്നെയാണ്. നമ്മുടെ ഒരു പ്രത്യേകതകൾ കൊണ്ടുമല്ല. നിന്നോട് ദൈവത്തിന് തോന്നുന്ന ഒരു അലിവ്, നിന്നോട് ദൈവത്തിന് തോന്നുന്ന ഒരു പരിഗണന. ഹല്ലേലൂയ. വലതുകരമുയർത്തി ഹല്ലേലൂയ. വലതുകരമുയർത്തി ഹല്ലേലൂയ. ദൈവത്തിന് തോന്നുന്ന ഒരു പരിഗണന, ദൈവത്തിന് തോന്നുന്ന ഒരു കരുതല്. ഹല്ലേലൂയ. വലതുകരമുയർത്തി ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മളെ ദൈവത്തിന്റെ കരുണയും ദൈവത്തിന്റെ സ്നേഹവും ദൈവം വിളമ്പിത്തരും. കരുണയെന്ന് പറഞ്ഞാൽ അവൻ്റെ ഹൃദയം. ആര് ഹൃദയം വിളമ്പിത്തരും? ആര് ഹൃദയം മുറിച്ചു തരും? മക്കളെ, അത്രയ്ക്ക് നൊമ്പരവും നോവും സ്നേഹവും കരുണയും ഒക്കെ ദൈവം നമുക്ക് വിളമ്പിത്തരിക. നമ്മൾ പലതരത്തിലുള്ള ജീവിതാവസ്ഥയിലൂടെ കടന്നു പോകുന്നവരാണ്. ഹൃദയമില്ലാത്ത അവസ്ഥകളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുന്നവരാണ്. ഹല്ലേലൂയ. സ്നേഹിക്കേണ്ട സ്നേഹിക്കപ്പെടേണ്ട ഹൃദയമൊക്കെ വെറുതെ പോകുന്ന ഒരു അനുഭവം. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. നമ്മളെ ഈ ദിവസം കർത്താവ് നമ്മൾ വിളിക്കുക. കർത്താവിൻ്റെ ഒരു വലിയ കാരുണ്യത്തിലേക്ക്, കർത്താവിൻ്റെ ഒരു വലിയ സ്നേഹത്തിലേക്ക് അവിടെ നമ്മളെ വിളിക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതായിട്ട് പ്രാർത്ഥിക്കുക. 15-ാം തീയതി വരിക, വെള്ളിയാഴ്ച, പുണ്യാളൻ്റെ ദിവസമാണ്. രാവിലെ 10 മണിക്കും വൈകിട്ട് 5 മണിക്കും നമുക്ക് 2 ശുശ്രൂഷകളാണെന്നുള്ളത്. പുണ്യാളൻ്റെ പിറന്നാൾ ദിവസമാണ്. രാവിലെ 10 മണിക്കും വൈകിട്ട് 5 മണിക്കും പറ്റുന്നൊരു നോയമ്പെടുക്കുക. ഇതുവരെ നോയമ്പെടുക്കുക, നിർബന്ധമായിട്ട് നമ്മൾ നോയമ്പെടുക്കുക. ഇറച്ചി കണ്ട ഉടനെ പുറകെ പോകല്ല, മീൻ കണ്ട ഉടനെ പുറകെ പോകല്ല. നിങ്ങൾ കർത്താവിൻ്റെ പുറകെ പോ, കർത്താവിൻ്റെ പുറകെ പോ, കർത്താവിൻ്റെ വചനത്തിന് പുറകെ പോ, കർത്താവിൻ്റെ അനുഗ്രഹത്തിന് പുറകെ പോ. തീറ്റയുടെ പുറകെ പോകല്ല. തീറ്റയെ കൂടി തീരുന്ന ഒരു ദിവസമുണ്ട്. തൊണ്ടയിൽ ഇറങ്ങാത്തൊരു ദിവസമുണ്ടെന്ന്, തൊണ്ടയിൽ ഇറങ്ങാത്തൊരു ദിവസമുണ്ടെന്ന്. ഇന്ന് നോയമ്പൊക്കെ എടുത്ത് ജപിച്ചു കഴിഞ്ഞാൽ നാളെ തൊണ്ടയിൽ ഇറങ്ങിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. ഞങ്ങളിത് ഗ്രഹിക്കണം. ഒരുപാട് വാരി വലിച്ചെന്നാലേ പിന്നെ തിന്നാൻ പറ്റാത്തൊരു ദിവസം വരാൻ പോവുക. അവര് ട്യൂബിനെ വയറ്റിൽ കൂടെ രുചി പോലും നിനക്ക് കിട്ടാത്തൊരു ദിവസം വരാൻ പോവുക. ഇന്ന് സകല രുചിയുടെയും പുറകെ നീ പോകുമ്പോൾ ഓർക്കണം, നിനക്ക് രുചി കിട്ടാത്തൊരു ദിവസം വരാൻ പോവുക. ഭയപ്പെടുത്താനൊന്നും പറയുന്നതല്ല. പറഞ്ഞില്ല എന്ന് പിന്നെ പറഞ്ഞാക്കല്ല, പറഞ്ഞില്ല എന്ന് പിന്നെ പറഞ്ഞാക്കല്ല. വായുടെ രുചി കിട്ടാത്ത വയറ്റിലൂടെ കിട്ടും പൈപ്പ്. ഹല്ലേലൂയ. ലോകം എടുത്ത് പ്രാർത്ഥിക്കണം മക്കൾ. നമുക്ക് വേണ്ടി മാത്രം നോക്കിയേ, ലോകരംഗങ്ങൾക്ക് എവിടെ പോയി കിടക്കുന്ന കണ്ടില്ലേ? എന്ന് വേണേലും അന്നം മുട്ട. അമേരിക്ക വാളെടുത്ത് പിടിച്ചിരിക്കുക, റഷ്യ വാളെടുത്ത് പിടിച്ചിരിക്കുക, എല്ലാ രാജ്യങ്ങളും വാളെടുത്ത് പിടിച്ചിരിക്കുക, മതങ്ങൾ വാളടിച്ച് പിടിച്ചിരിക്കുക. ക്രിസ്തു എന്ന് പറയാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിലര്. കഴിഞ്ഞ ദിവസം ബോംബെയിൽ സാൻസാമി അച്ഛനെ പ്രഭാഷണ പരമ്പര നിർത്തിവെപ്പിച്ചു. നീ പള്ളിയിൽ തന്നെ പ്രസംഗിക്കണമെന്നും നാളെ വേറെ ആൾ എഴുതി തരുന്നൊരു കാലം വരാൻ പോവുക. നീ തിന്നും കുടിച്ചോ, ഇഷ്ടംപോലെ തിന്നോ, ഇഷ്ടംപോലെ തിന്നോ നീയ, ഇഷ്ടംപോലെ കുടിച്ചോ നീയ, കുടിയെത്തീറ്റൊക്കെ തിക്കുന്ന ഒരു ദിവസം വരാൻ പോവുക. നോക്കണേ, ജനം കൊന്ന, രാജ്യം കൊന്ന ഒരു മനുഷ്യന് വേണ്ടിയിട്ടൊരു സെമിനാർ നടത്തിച്ചില്ല. ലയോള കോളേജില് ബോംബെയില് ഈശോ സഭക്കാർ നടത്തിയ കോളേജിൽ എന്നാ പഠിപ്പിക്കേണ്ടതെന്ന് പോകുന്ന പോക്ക് കണ്ടോണം. പള്ളി കുടുംബ പ്രാർത്ഥന വീട് പഞ്ചായക്കാന്നാണ് അച്ഛൻ വരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞൊരു ദിവസം വരാൻ പോവുക. ഓർത്തോ, മണി മുഴങ്ങുന്നത് ആർക്ക് വേണ്ടിയിട്ടെന്നല്ല, മണി മുഴങ്ങുന്നത് എനിക്ക് വേണ്ടി, മണി മുഴങ്ങുന്നത് എനിക്ക് വേണ്ടി. നമ്മളെ യുദ്ധം ചെയ്യാനൊന്നും അച്ഛൻ, നിന്റെ ആത്മീയ ആയുധങ്ങൾ ഉപയോഗിക്കാൻ അച്ഛൻ പറയണത്. നീ ആത്മീയ ആയുധങ്ങൾ ഉപയോഗിച്ച് തുടങ്ങ്. നിന്റെ കയ്യിലുള്ള ജപമാല, നിന്റെ കയ്യിലുള്ള കുരിശന്റെ വഴി, നിന്റെ കയ്യിലുള്ള ഉപവാസം, നിന്റെ കയ്യിലുള്ള നോയമ്പ്, നിന്റെ കയ്യിലുള്ള ജാഗരണ പ്രാർത്ഥനകള് നമ്മളത് ഉപയോഗിക്കുന്നില്ല.
അതുകൊണ്ട് പിശാച് ജയിച്ചുകൊണ്ടിരിക്കുക. ഈ ആത്മീയ ആയുധങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയാൽ പിശാച് പരാജയപ്പെടും. കൊടിയും പിടിച്ച് തെരുവിലാക്കിയിട്ട് കാര്യമൊന്നുമില്ല. കൊടിയും പിടിച്ച് തെരുവിലാക്കിയിട്ട് കാര്യമില്ല. അതൊക്കെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമല്ല. നീതിക്ക് വേണ്ടി പീഡകൾ അനുഭവിക്കുന്ന ഭാഗ്യവാന്മാർ. വചനം ഒന്ന് മാറ്റി എഴുതാൻ ആരെ കൊണ്ടും പറ്റത്തില്ലെന്ന്. എന്തുവായിക്കൊള്ളട്ടെ ജീവിതത്തിന്റെ അവസ്ഥ. ആത്മീയ ആയുധങ്ങൾ ഉപയോഗിക്കണം മക്കളെ. നിർബന്ധമായിട്ട് ഉപവാസം എടുക്കുക. 11 നൊവേനയല്ലേ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ 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 ജദിബ ഹല്ലേലൂയ ജദിബ ഹല്ലേലൂയ ജദിബ ഹല്ലേലൂയ ജദിബ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഞാൻ ഒരു വ്യക്തി രോഗമാ, അമ്മച്ചിയാ, പ്രായമുള്ളൊരു അമ്മയാ, നോയമ്പെടുത്തിരിക്കുക. ഞാൻ എൻ്റെ പൊന്നെ അമ്മ, അമ്മയ്ക്ക് ഒന്നും കഴിക്കാൻ പോലും പറ്റുകയില്ല. എന്നോട് പറയുക, സ്വർഗത്തെ നഷ്ടപ്പെടുത്തണമെന്ന് അച്ഛന് നിർബന്ധമാണോ? ഞാൻ ആരോഗ്യം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കൊടുത്തു. പ്രായമുള്ള അമ്മയാണ്. എന്തായാലും അമ്മയ്ക്ക് രുചിയുണ്ടെന്ന് തോന്നുന്നു കഴിക്കുന്ന പറഞ്ഞ് പറയാം. ഇല്ല ജോ, 15 നോയമ്പാ. ചില പ്രായമുള്ള മനുഷ്യരുണ്ട്, ചില പ്രവാചകന്മാരായിട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ. നമ്മുടെയൊക്കെ വീടുകളിലുണ്ട് ചില പ്രായം പിടിച്ച അമ്മമാർ. ചില ഓർമ്മപ്പെടുത്തൽ അവർ തരുന്നത് നമുക്കത് ഭ്രാന്താന്നൊക്കെ തോന്നും. ഹല്ലേലൂയ ഒച്ചതിപ്പക ഹല്ലേലൂയ ഒച്ചതിപ്പക ഹല്ലേലൂയ വലുതരമയർത്തി ഹല്ലേലൂയ വലുതരമയർത്തി ഹല്ലേലൂയ. മകളെ ഒരു ഓർമ്മപ്പെടുത്തല മകളെ. ഓരോ കാലത്തും മണിമുഴങ്ങുന്നത് എനിക്ക് വേണ്ടി തന്നെയാണ്. ഇന്നലെ ശിഷ്യന്മാർ ചോദിക്കുന്നത് കേട്ടു, ഇത് ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണോ നാട്ടുകാർക്ക് വേണ്ടിയിട്ടാണോ എന്ന്. കർത്താവ് പറഞ്ഞു വിശ്വസ്തതയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇത്. നമ്മൾ നിർബന്ധമാക്കളെ. ദർ ഈസ് എ ഒബ്ലിഗേഷൻ നൗ മോർ ദാൻ എനി ടൈം. ഹല്ലേലൂയ ഹല്ലേലൂയ. ചരിത്രത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത ഒരു നിർബന്ധത്തിലൂടെയൊക്കെ നമ്മൾ കടന്നു പോവുക. കഴിഞ്ഞ ദിവസം ഒരു കുടുംബം വന്ന് എൻ്റെ മുമ്പിൽ നിൽക്കുക. അവരെന്നോട് പറഞ്ഞു, വെച്ചാൽ എൻ്റെ മോളുടെ കല്യാണം ഇപ്പം ഇന്ന സ്ഥലത്ത് നടന്നുകൊണ്ടിരിക്കുക. പിടികിട്ടിയില്ലല്ലേ? അപ്പനും അമ്മയ്ക്കും കൂടാൻ കൊള്ളാത്തൊരു കല്യാണം വേറൊരിടത്ത് നടന്നുകൊണ്ടിരിക്കുക. പിടികിട്ടിയില്ല, മിണ്ടാണ്ടിരുന്നു. എല്ലാം ഓക്കെ ആണെന്ന് വിചാരിക്കില്ല. എല്ലാവരോടുമാണ് ഇത് പറയുന്നത്. എല്ലാവരോടുമാണ് ഇത് പറയുന്നത്. ഞാൻ ഞെട്ടിപ്പോയി ഇവരിത് പറയുമ്പോൾ എന്നോട്. അവൾ തന്നെ അതെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചു. പിള്ളേർ വളർന്നേ മാതാപിതാക്കളെ പൊട്ടന്മാരെ. മക്കൾക്ക് വേണ്ടി ജീവിച്ചുകൊണ്ടിരിക്കുക ഇവിടെ ഓരോരുത്തന്മാർ. മക്കൾക്ക് വേണ്ടി ജീവിച്ചുകൊണ്ടിരിക്കുക ഓരോരുത്തന്മാർ. പിള്ളേർക്ക് പ്രായമായെന്നേ അവർ തീരുമാനിക്കും ആരെ കല്യാണം കഴിക്കണമെന്ന്. അവർ തീരുമാനിക്കും ഏത് മതം സ്വീകരിക്കണം. സ്വീകരിച്ചോട്ടെ. തോളെ ഇട്ടുകൊണ്ട് നടന്ന് വെറുതെ ആയെന്ന് പിന്നെ നിങ്ങൾ പറഞ്ഞേക്കല്ല. കണ്ണ് നിറഞ്ഞ് പറയല്ലേ ഈ സമയത്ത് എൻ്റെ കൊച്ചിൻ്റെ കല്യാണം അവിടെ നടന്നുകൊണ്ടിരിക്കുവാന്ന്. ഭയമല്ലേ മക്കളെ? മക്കളെ വളർത്താൻ ഭയമാണ്. പ്രത്യേകിച്ച് പെമ്പിള്ളാരെ വളർത്താൻ ഇന്ന് ഭയമാണ്. പെമ്പിള്ളാരെ വളർത്താൻ ഇന്ന് ഭയം. ആമ്പിള്ളാരെയായിരുന്നു ഇത്രയും കാലം ഭയം. പക്ഷെ ഇന്ന് പെമ്പിള്ളാരെ വളർത്താൻ ഭയമാണ്. പെമ്പിള്ളാരുള്ള അപ്പനും അമ്മയ്ക്കൊന്നും ഉറക്കം കിട്ടത്തില്ല. ഹല്ലേലൂയ. അവങ്ങളെ ചങ്ക് കത്തി പ്രാർത്ഥിച്ചോണം. ഹൃദയം നിറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിച്ചോണം. കൈവിട്ട് പോകല്ലോ മക്കളെ. സുവിശേഷവൽക്കരണം ആദ്യം കുടുംബങ്ങളിൽ ആരംഭിക്കണം. നീ വിശ്വസിക്കണം, നീ ജീവിക്കണം, നീ സാക്ഷിയാവണം. കോംപ്രമൈസ് ഇല്ല മക്കളെ. വിശ്വാസത്തിന്റെ കാര്യത്തിൽ കോംപ്രമൈസ് ഇല്ല. ഹല്ലേലൂയ ഹല്ലേലൂയ. ആഫ്രിക്കയിൽ നിന്ന് ഒരു കർദിനാൾ ഉണ്ടായിരുന്നു. മാർപ്പാപ്പയാകുമെന്ന് പലതവണ ഓർത്ത ഒരു കർദിനാള് കുറച്ച് ദിവസം മിണ്ടാതിരുന്നിട്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞു, ക്രിസ്തുവിനെ മറന്നേക്കരുത്. ഡു നോട്ട് ഫോർഗെറ്റ് ക്രൈസ്റ്റ്. ഒറ്റ വാക്ക് പറഞ്ഞു. പത്രക്കാർ പറഞ്ഞു ഉപദേശമല്ല, ഒരു വാണിംഗ്. കാർഡിനൽ സാറാ നൽകിയ ഉപദേശമല്ല, ഒരു വാണിംഗ്. അത് എനിക്കുള്ളതാണ്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉള്ളതാണ്. ഡു നോട്ട് ഫോർഗെറ്റ് ക്രൈസ്റ്റ് ക്രൂസിഫൈഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങളെ ഇറങ്ങി തിരിച്ചോ. വെല്ലുവിളിച്ച് ഇറങ്ങിക്കോ മക്കളെ. കഴിഞ്ഞ ദിവസം ഇച്ചിരി മുമ്പ് ആൻറ്റൺ എന്ന പേരുള്ള കൊച്ചുമായിട്ട് വന്നു. ആൻറ്റൺ മക്കളെല്ലാം 5 കൊല്ലം മാതാപിതാക്കൾ ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കുഞ്ഞ് ജനിച്ചപ്പോൾ കുഞ്ഞിൻ്റെ കണ്ണിനൊരു വലിയ പ്രശ്നം. വീണ്ടും പ്രാർത്ഥിച്ചു.
5 വർഷം കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെ ലഭിച്ചു. ആൻ്റൺ എന്ന് പേരിട്ടു. കുഞ്ഞിന് കണ്ണിന് വലിയ പ്രശ്നമാണെന്ന് പറഞ്ഞു. കൊച്ചിൻ്റെ കണ്ണിന് ഒരു പ്രശ്നവും ഇല്ല. ഇന്ന് ദൈവസന്നിധിയിൽ വന്ന ആ കുടുംബം മുഴുവൻ കർത്താവിന് മഹത്വം കൊടുക്കുന്നു. ഹല്ലേലൂയ. ആത്മീയ ആയുധങ്ങൾ കൊണ്ട് കീഴ്പ്പെടുത്താൻ പറ്റാത്ത ഒന്നുമില്ല പോലെ മക്കളെ, ഉറപ്പിച്ച് പറയുക. ഇത് ആത്മീയ ആയുധങ്ങൾ കൊണ്ട് കീഴ്പ്പെടുത്താൻ പറ്റാത്ത തിന്മയുടെ എതിർശക്തിയുടെ ഒരു സാമ്രാജ്യവുമില്ല. നരക കവാടങ്ങൾ നിനക്കെതിരെ പ്രബലപ്പെടുകയില്ല. ഞങ്ങള് പറഞ്ഞ് മനസ്സിലായല്ലോ. ഇതിനാ നോയമ്പെടുക്കുന്നത്, ഇതിനാ ഉപവാസം എടുക്കുന്നത്, ഇതിനാ ത്യാഗം എടുക്കുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കണം മക്കളെ. എനിക്കറിയാം നിങ്ങളൊക്കെ അങ്ങനെയുള്ള മനുഷ്യരായി മുമ്പിൽ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. നമുക്ക് പ്രത്യേകിച്ച് 4 ദിവസങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കാം. നമുക്ക് വെള്ളിയാഴ്ച രാവിലെ 10 മണിക്കും വൈകിട്ട് 5 മണിക്കും 2 ശുശ്രൂഷകളുണ്ട്. കുർബാന നമ്മൾ ഈ ചൊവ്വാഴ്ച ശുശ്രൂഷ പോലെ തന്നെ കുർബാനയും നൊവേനയും ആരാധനയും ഉണ്ടായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കുമ്പസാരിക്കുക, പ്രാർത്ഥിക്കുക, ഒരു കൈവപ്പ് പ്രാർത്ഥന വാങ്ങിക്കുക. ചുമ്മാരുടെ ഒരു വിടുതലാണ്. നീ കെട്ടുന്നതെല്ലാം കെട്ടപ്പെടും, നീ അഴിക്കുന്നതെല്ലാം. ഇതൊന്നും വേണ്ടെന്നാരും വിചാരിച്ചേക്കല്ല. ഒരു കൈവപ്പ് പ്രാർത്ഥന ആവശ്യമങ്ങളെ. അച്ഛനെ ഈ ശുശ്രൂഷയ്ക്ക് വരുന്നതിന് പിതാവിൻ്റെ കൈവപ്പ് പ്രാർത്ഥന വാങ്ങിച്ചുകൊണ്ട് ഞാൻ വരുന്നത്. ഞാൻ വലിയ പുള്ളിയാണെന്നൊക്കെ വിചാരിച്ചോണ്ട് ഞാൻ ഇറങ്ങി വന്നിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഹല്ലേലൂയ. ഒരു കൈവപ്പ് പ്രാർത്ഥന, ഒരു അനുഗ്രഹം, ഒരു ആശീർവാദം വാങ്ങിച്ചിരിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നന്നായിട്ട് പ്രാർത്ഥിക്കുക. 13 നോവേന വെച്ച് ചൊല്ലാൻ പറ്റുമെങ്കിൽ 13 നോവേന വെച്ച് തന്നെ ചൊല്ലി പ്രാർത്ഥിക്കുക. ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുക, നോയമ്പെടുത്ത് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ഇന്ന് യെശയ്യായുടെ പ്രവചനത്തിന് 61-ാം അധ്യായം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ധ്യാനിക്കാനായിട്ട് തരുന്നത്. ദൈവമായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ഹോളി സ്പിരിറ്റ് ഈസ് ദ ബാനർ ഓൺ മീ. ഹോളി സ്പിരിറ്റ് ഈസ് ദ ബാനർ ഓൺ മീ. ഞാനിങ്ങനെ മുന്നോട്ട് കുതിക്കുമ്പോൾ എൻ്റെ കയ്യിലുള്ള പതാകയുടെ പേരാണ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിന്റെ വിജയക്കൊടിയുടെ പേരാണ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. അവങ്ങൾ തിരിച്ചറിയണം. ആത്മാവിൽ കുർബാന ചൊല്ലണം, ആത്മാവിൽ പ്രസംഗിക്കണം, ആത്മാവിൽ നിങ്ങൾ കുടുംബജീവിതം നയിക്കണം, ആത്മാവിൽ കുഞ്ഞുങ്ങൾ പഠിക്കണം, ആത്മാവിൽ നിങ്ങൾ ജോലി ചെയ്യണം, ഡോക്ടർമാർ ആത്മാവിൽ രോഗികളെ ചികിത്സിക്കണം, ടീച്ചേഴ്സ് ആത്മാവിൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. ഹല്ലേലൂയ. പറയുന്ന പിടി കിട്ടുന്നുണ്ടോ? നല്ല ടീച്ചറാ, പകുതി പിള്ളേർ നോക്കും ക്ലാസ്സിൽ. നല്ല ഡോക്ടറാ, പക്ഷെ ഒരു ഗുണമില്ല. അവസാനം വരുമ്പോഴത്തേന് അതാകെ പൊളിഞ്ഞു പോകും. ചില ബിസിനസ്സുകാർ നന്നായിട്ട് ബിസിനസ് വന്നതാ, അവസാനം ഒരു തകർച്ചയിലെത്തുക. ദൈവ പൈതലേ, നിന്റെ ജീവിതം പരാജയപ്പെടാൻ കാരണം നിന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തമായ പ്രവർത്തനമില്ലാത്ത. ഹല്ലേലൂയ. നമ്മൾ ഗ്രഹിക്കണം മക്കളെ, പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. നമ്മളെ ശുശ്രൂഷകൾ, നമ്മളെപ്പോഴും പാടുന്ന പാട്ടുകൾ 99% പരിശുദ്ധാത്മാവിന്റെ പാട്ടുകളാണ്. പരിശുദ്ധാത്മാവ് കൂടാതെ നിങ്ങൾ പിതാവിന്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ എഴുന്നള്ളി വരും, നിങ്ങൾ ശക്തി പ്രാപിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലുതരം പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ തിരിച്ചറിഞ്ഞോ? നീ ഒരു കാര്യത്തിന് വേണ്ടി പരിശുദ്ധാത്മാവിനെ വിളിച്ചിട്ട് അങ്ങനെ ഒരു വീട് പണി ആരംഭിക്കുന്നു, പരിശുദ്ധാത്മാവിനെ വിളിക്കുക. ഹല്ലേലൂയ. നീ ഒരു കാര്യം ആഗ്രഹിക്കുക, പരിശുദ്ധാത്മാവിനോട് പറയത്. നാട്ടുകാരോട് പറഞ്ഞിട്ട് കാര്യമില്ല, അവനോട് ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. നീ പരിശുദ്ധാത്മാവിനോട് പറ, പരിശുദ്ധാത്മാവേ ഹല്ലേലൂയ. വലുതരമേർത്തി ഹല്ലേലൂയ, വലുതരമേർത്തി ഹല്ലേലൂയ, വലുതരമേർത്തി ഹല്ലേലൂയ. കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ഹീസ് ദ മാസ്റ്റർ. നമ്മളിന്ന് വചനം കേൾക്കും, കുർബാനയ്ക്ക് വാക്യം പറയാം. യോശുവയെ അയക്കുക മോശയോടുകൂടി എന്ന പോലെ ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. ദൈവത്തിൻ്റെ ആത്മ ദൈവങ്ങൾ ഇത്രയും ഉണ്ടായാൽ മതി മക്കളെ. ഒരു കിടാവിളക്ക് നിന്റെ ഹൃദയത്തിൽ കത്തുന്നുണ്ടെങ്കിൽ നിന്റെ ജീവിതം ഒരിക്കലും ഇരുട്ടിലേക്ക് പോവുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെ ഈ വിളക്കില്ല, പരിശുദ്ധാത്മാവിന്റെ തീയ, പരിശുദ്ധാത്മാവിന്റെ തീക്കനല്, പരിശുദ്ധാത്മാവിന്റെ അഗ്നിനാവ് നിന്റെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ നീ ഇരുട്ടില് യാത്ര ചെയ്യില്ല. ഒച്ചതിപ്പ ഹല്ലേലൂയ, ഒച്ചതിപ്പ ഹല്ലേലൂയ. ഓർപ്പിക്കണം മക്കളെ, രാവിലെ ഉണരുമ്പോ തിരികത്തിക്കുന്നത് പോലെ നിന്റെ ഹൃദയത്തിൽ കം ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ് എഴുന്നേറ്റ് കഴിഞ്ഞ് ഒരു 9 തവണ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണമേ, പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണമേ, നിങ്ങൾ നോക്കി വെല്ലുവിളിച്ച ചെമ്പകണേ. ദൈവങ്ങളെ നിങ്ങൾക്കറിയോ, കഴിഞ്ഞ ആഴ്ച ഈ സമയം
ഒരു സ്ഥലത്ത് ഹോസ്പിറ്റലിലെ സർജറി കഴിഞ്ഞ കാല് തളർന്ന് കിടക്കുന്നൊരു മകള് ഓൺലൈനായിട്ട് ഈ ശുശ്രൂഷ, ഇത് ചുമ്മാതല്ല ഈ ശുശ്രൂഷ, ഓൺലൈനായിട്ട് ഈ ശുശ്രൂഷ പങ്കെടുക്കുമ്പോൾ കാല് തളർന്ന് കിടന്നിരുന്ന ആ സഹോദരൻ രണ്ട് കാലും ഇതാ ചലിച്ചു തുടങ്ങിയെന്ന് ഈ ഇന്നലെ എന്റെ അടുക്കൽ വന്ന ഒരു മകൾ പറഞ്ഞത് സാക്ഷിവാ. Right now, somebody is healed somewhere. Hallelujah. Hallelujah. ഈ ഓൺലൈൻ ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ട് വചനം കേട്ടുകൊണ്ടിരിക്കുക. ഇങ്ങനെ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേന് ആ മകളുടെ കാലനങ്ങാത്ത കാല് ആ സമയത്ത് ചലിച്ചു തുടങ്ങി. ഹല്ലേലൂയ. സാക്ഷ്യം പറയാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ചുമ്മാക്കളിയല്ല, ഇത് ചുമ്മാക്കളിയല്ല, വളരെ സീരിയസ് ആയത്. ഇത് ദൈവിക കാര്യമാ, ഇത് ദൈവിക അഭിഷേകമാ, ഇത് ദൈവിക പ്രവർത്തനമാ. ദൈവങ്ങളെ ദിക്കുകൾക്കപ്പുറത്ത്, അതിർത്തികൾക്കപ്പുറത്ത്, കാലങ്ങൾക്കപ്പുറത്ത്, ദേശങ്ങൾക്കപ്പുറത്ത്, ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്ത് ദൈവത്തിന്റെ പ്രവർത്തനം ഈ സമയം നടന്നുകൊണ്ടിരിക്കുക. പറഞ്ഞല്ലേ അമേരിക്കയിലൊരു ഇമ്മാനുവൽ ഇപ്പം കേട്ടുകൊണ്ടിരിക്കുക. സമയം വെളുപ്പിന് 3 AM, വെളുപ്പിന് 3 AM ഇമ്മാനുവൽ എഴുന്നേക്കാൻ പോവുക വെന്റിലേറ്ററിൽ നിന്ന്. അമേരിക്ക കിടന്ന മകനിപ്പോ ഇത് കണ്ടുകൊണ്ടിരിക്കുക. അവന്റെ ഭാര്യ അടുത്തിരിപ്പുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അച്ഛന്റെ വാസച്ചന്റെ വേഷം കെട്ടുന്നല്ല ഇത്, അച്ഛന്മാരുടെ പരിപാടിയൊന്നുമല്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദേശത്തെ ഉണർത്തുവാനായിട്ട്, മക്കളെ സുഖപ്പെടുത്തുവാനായിട്ട്, മക്കൾക്ക് അഭിഷേകം തരാൻ വേണ്ടി കർത്താവ് തന്നിരിക്കുന്നത്. നമ്പരമുള്ളവനറിയാം. അവരിവിടെ ഉണ്ടാവില്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പറയുക. ഒരു കുടുംബത്തിൽ അപ്പന് ക്യാൻസർ, അമ്മയ്ക്ക് ക്യാൻസർ, 2 പെൺമക്കൾക്ക് ക്യാൻസർ. വീട്ടിൽ 4 പേരെയുള്ള കുടുംബത്തിൽ. ഒന്ന് ആലോചിച്ച മക്കളെ, നിങ്ങളിങ്ങനെ ചാരി ഇരുന്ന് വായിക്കോട്ടൊക്കെ വിട്ട് ശുശ്രൂഷ പങ്കെടുക്കുമ്പോൾ ഓർത്ത് നോക്കി, എത്ര ഓർത്താൽ മതി, നീ തന്നെ ഉപവാസം എടുക്കും. 3 ഭാഗത്ത് ഇന്നലെ പരിഷ്കാരം എടുത്ത 3 ഭാഗത്ത് ക്യാൻസർ കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വന്ന് നിൽക്കുക. 3-4 പിള്ളേരുടെ അമ്മയാവള്. ഹെറിഡിറ്ററി ആണത്രേ, ക്യാൻസർ ഈസ് ഹെറിഡിറ്ററി. എങ്ങനെയുണ്ട്? ക്യാൻസർ രോഗം പാരമ്പര്യമാണെന്ന് വരുന്നെന്ന് മിണ്ടാണ്ട് നിന്നു എല്ലാവരും കൂടെ. അങ്ങനെ ഞാൻ ഞെട്ടി. ചങ്കിലൊരു ബോംബ് വീണാൽ എങ്ങനെയുണ്ട്? അങ്ങനെ ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചങ്കിലൊരു ബോംബ് വീണാൽ എങ്ങനെയുണ്ട്? വിറയ്ക്കുന്ന കയ്യോടെ ഇന്ന് കൊണ്ടുവന്നിട്ട് എന്നെ കൊണ്ട് ഇത് പടം കാണിക്കുക. വേണ്ടച്ചാ ഞാൻ എനിക്ക് നോക്കാൻ പോലുള്ള ധൈര്യമില്ല. പാൻക്രിയാസിൽ, ബോണിൽ, പിന്നെ ഇവിടെ ലങ്സിലോ മറ്റോ തോന്നുന്നു. ഒരു 30-35 വയസ്സുള്ള പെണ്ണിൻ്റെയാണ്. 40 വയസ്സുള്ള നിനക്ക് ജീവിക്കാൻ അവകാശമുണ്ടെന്ന് നോക്കിക്കോണം. 35 വയസ്സുകാരുടെ കാര്യം പറയുന്നത്. 50 വയസ്സുള്ള നിനക്ക് ജീവിക്കാൻ യാതൊരു അവകാശവും ഇല്ല. 60 വയസ്സുള്ള നിനക്ക് ഈ മണ്ണി തലവ് ഉയർത്താൻ നിനക്ക് അവകാശമില്ല. എന്നിട്ട് നീ ജീവിക്കുക, ദൈവത്തെ മറന്നു നീ ജീവിക്കുക, ദൈവത്തോട് മല്ലടിച്ച് നീ ജീവിക്കുക. 35 വയസ്സുള്ള കൊച്ചിൻ്റെ കഥയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണേ. 2-3 പിള്ളേരുടെ അമ്മയെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് പറയും. നമുക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുത സൗഖ്യ കർത്താവേ, we declare and prophesy healing upon that child. സങ്കടങ്ങൾ ഒരുപാടാണ് മക്കളെ, സങ്കടങ്ങൾ ഒരുപാടാണ്. ഞായറാഴ്ചയൊക്കെ അവിടെ ഇങ്ങനെ കുത്തിപ്പിടിച്ച് നിൽക്കുമ്പോഴത്തേന് വരുന്നത് സങ്കടങ്ങളെ. ഞങ്ങൾക്ക് കാപ്പിയും കുടിച്ച് വീട്ടിൽ പോകാം. പക്ഷേ വിമലേരി കത്തീഡ്രലിനകത്ത് ഒരു 500 പേര് മിനിമം, 500 വേദന. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെ കൈവീശി പോകാൻ പോകുന്നതെന്ന് എനിക്കറിയത്തില്ല. അമ്മ വന്നിട്ട് പറയുക, 53 ദിവസം 54 ദിവസമായി ചെറുക്കൻ മരിച്ചിട്ട്. ബൈക്ക് ആക്സിഡൻ്റ് ആയിരുന്നു, തീർന്നു. എന്തോ വലിയ കാര്യത്തിന് വേണ്ടി സ്വപ്നം കണ്ട് വളർത്തിക്കൊണ്ട് വന്ന കൊച്ചാണ്. ബൈക്ക് എടുത്തുകൊണ്ട് ഇറങ്ങിയതാ, തീർന്നു. 54 വയസ്സാണ്, ഭ്രാന്ത് പിടിച്ചുകൊണ്ട് നിർത്തിയിരിക്കുക. വിദേശത്ത് ജോലിക്ക് വേണ്ടി എത്രയോ ലക്ഷം രൂപ, 16 ലക്ഷം രൂപ കൊടുത്ത് പോയതാ. ജയിലിലാണ് കിടന്നത്, ജയിലിലാണ് കിടന്നത്. ഒന്ന് ആലോചിച്ച മക്കളെ, വീടും പറമ്പും ഒക്കെ പണയം വെച്ച് ലോൺ വെച്ച് 16 ലക്ഷം ഉണ്ടാക്കിയിട്ട് ഏതോ ഏജൻറ്റ്, ആ ഏജൻ്റൊക്കെ ജീവിച്ചിരിക്കുമെന്ന് എനിക്കറിയില്ല. കാരണം ഈ പെണ്ണിൻ്റെയൊക്കെ കണ്ണീരെന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, അതൊരുമാതിരി ഇരുമ്പോ ഉരുക്കി ഒഴിക്കുന്നത്ര പൊള്ളലും ചൂടും നൽകുന്നല്ലേ ഈ സ്ത്രീയുടെ. ഒരു പെണ്ണിനെയൊക്കെ ഇങ്ങനെ കളിപ്പിക്കാൻ പറ്റുമോ? മനുഷ്യരെയൊക്കെ ഇങ്ങനെ കളിപ്പിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റുമോ മക്കളെ?
ഒരു പുണ്യം വേണം, അല്പം മനുഷ്യത്വം മതിയെന്നേ. നന്മയും ചെയ്യണ്ട, ആരെ ചതിക്കാതിരുന്നാ മതി. ഹല്ലേലൂയ. ഹല്ലേലൂയ. നോക്കിയേ, എത്രയോ ലക്ഷം രൂപ മുടക്കി പോയതാ. അവങ്ങളെ കണ്ണീരായത്. നീ ഒരു കാര്യം ഉറപ്പിച്ചോടാ കൊച്ചേ, ദ സീൽ ഓഫ് ക്രൈസ്റ്റ് ഈസ് ഓൺ മീ. കർത്താവിന്റെ മുദ്ര എന്റെ മേലുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ഹല്ലേലൂയ. വലുതൊരു പ്രത്യേക ഹല്ലേലൂയ. ഉറപ്പിക്കണം മക്കളിത്. പരിശുദ്ധാത്മാവ് കുഞ്ഞുങ്ങളുടെ മേലുണ്ടാവണം, മക്കളുടെ മേലുണ്ടാവണം, ജീവിത പങ്കാളിയുടെ മേലുണ്ടാവണം, നിന്റെ ജീവിതത്തിന്റെ മേലുണ്ടാവണം. ഹല്ലേലൂയ. വലുതൊരു പ്രത്യേക ഹല്ലേലൂയ. അത് മതിയെന്നേ. അതാണ് നിന്റെ പടച്ചട്ട. പരിശുദ്ധാത്മാവാണ് നിന്റെ പടച്ചട്ട. ആ പരിശുദ്ധാത്മാവിനെ മറികടന്ന് നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ആർക്കും ഒന്നിനും കഴിയത്തില്ലെന്ന്. കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ഒരു വലിയ ധൈര്യത്തിന്റെ പേരല്ലേ. മോശ ഇറങ്ങി നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ? ജോഷുവ ഇറങ്ങി നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ? പ്രവാചകന്മാർ ഇറങ്ങി നിൽക്കുന്ന നിൽപ്പ് കണ്ടില്ലേ? അപ്പോസ്തലന്മാർ നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ? ഹല്ലേലൂയ. ഹല്ലേലൂയ. മക്കളെ, ഈ ഒരു കരുത്തിന്റെ പേരാ മക്കളെ. കഴിഞ്ഞ ദിവസം ഒരു മകൻ വന്നു, കണ്ണ് നിറഞ്ഞു പോയി. ആഴ്ചയായിട്ട് ഞാനിവിടെ വരുന്നതാ. ഞാനിന്ന് നിൽക്കുന്നത് അവിടെ വന്നതുകൊണ്ടാച്ചു. അവിടുന്ന് കിട്ടുന്ന പ്രത്യാശ കൊണ്ടാ, അവിടുന്ന് കിട്ടിയ ജീവിതം കൊണ്ടാ ഞാൻ ജീവിക്കുന്നത്. ഹല്ലേലൂയ. അത് അത്ഭുതപ്പെടുക മക്കളെ. ഒരു മനുഷ്യന് ജീവിക്കാനുള്ള കച്ചിത്തുരുമ്പായിട്ട് ഈ ശുശ്രൂഷ മാറുന്നുണ്ടെങ്കിൽ അതിനപ്പുറത്ത് എന്ത് ഭാഗ്യം, എന്ത് അനുഗ്രഹം വേണ്ടേ? അവൻ എന്നോട് പറഞ്ഞു, അച്ഛനെ നിർബന്ധിക്കുകയായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ ഏതോ വിദേശ രാജ്യത്ത് പോയി കുറച്ചധികം പണം ഉണ്ടാക്കി നാട്ടിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞപ്പോഴാണ് കോവിഡ് വന്നത്. കടത്തിന്റെ മേൽ കടം, ബാധ്യതയുടെ മേൽ ബാധ്യത, ജീവിക്കാൻ പറ്റത്തില്ല. എനിക്കൊന്ന് പെണ്ണിന്റെ വഴിക്കും പോയി, ഭാര്യയുടെ വഴിക്കും ഈ സമയത്ത് പോയി. ഗതികെട്ട മനുഷ്യനല്ലേ. വലുതേനെ പ്രതി ഹല്ലേലൂയ. വലുതേനെ പ്രതി ഹല്ലേലൂയ. വലുതേനെ പ്രതി ഹല്ലേലൂയ. ഇന്നെന്നാണോ മഴ പെയ്യണേ? വെയിൽ പെയ്യണ ദിവസമല്ലേ? മഴയാണല്ലോ. ഒന്നും കൂടെ സ്തുതിച്ചേ. ഹല്ലേലൂയ. 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 കർത്താവേ കരുണയാണ് കർത്താവേ. ശബരാനാതാഹ ബാരാ ഹീരാ 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 ഖമാരാരാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇനി മഴ പെയ്ത് നമുക്ക് കുഴപ്പമില്ല. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാഞ്ഞിട്ടാ മഴ പെയ്തെങ്കിൽ നമുക്ക് കുഴപ്പമുണ്ട്. ഇപ്പൊ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഇനി മഴ പെയ്ത കുഴപ്പമില്ല. ഹല്ലേലൂയ. 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 അല്ല, ജീവിതത്തിൽ ഇങ്ങനെ വല്ലാതെ വിറങ്ങലിച്ച് നിൽക്കുന്ന മനുഷ്യര് നിന്നെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന നിമിഷം നോക്കിയില്ലേ? എസെക്കിയേൽ ദർശനം കണ്ടെന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? ഇത്രയും ഗതികെട്ടൊരു മനുഷ്യനുണ്ടല്ലേ എസെക്കിയേലിനെ പോലെ. കഴിഞ്ഞ ദിവസം ആരാണ് പറയുമായിരുന്നു, എസെക്കിയേലെ ഒരു ദുരന്തം, കെട്ടിയോള് മരിച്ചിട്ട് കപ്പ ബിരിയാണി കഴിക്കാൻ കർത്താവ് പറയുക. കെട്ടിയോള് മരിച്ചു കിടക്കുകയാണ്, ഇങ്ങേപ്പത്ത് കപ്പ ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുക ഇവൻ. നിന്റെ മരണത്തെ പോലും ആഘോഷിക്കാനായിട്ട് പിശാച് കാത്തിരിക്കുകയാണ് എന്ന് ഇസ്രായേൽ മക്കളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നത്. നോക്കിയേ, മനുഷ്യന്റെ വേസ്റ്റ് മലം ചുട്ട് ഭക്ഷിക്കാൻ പറയുക കർത്താവ്. അവളെ എന്തൊരു ഇതുപോലെ ഗതികെട്ടൊരു പ്രവാചകൻ ബൈബിളിലില്ല. ഹല്ലേലൂയ. 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 എത്ര 430 ദിവസം ഒരു വശം ചെരിഞ്ഞ് മനുഷ്യൻ കിടന്നു. എന്ന് വെച്ചാൽ ഒരു വർഷത്തിൽ കൂടുതൽ നിങ്ങൾക്ക് കിടക്കാൻ പറ്റുമോ? ഒരു ദിവസം കിടക്കാൻ പറ്റുമോ ഒരു വശം ചെരിഞ്ഞ്? 430 ദിവസം ഈ മനുഷ്യൻ കിടക്കണത്. എസെക്കിയേൽ എന്ന പ്രവാചകൻ പറയുക, നിന്റെ ഗതി ഇതാകും ഇസ്രായേല് എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു ജീവിതം തീർത്തി കൊടുത്ത പ്രവാചകൻ. ഹല്ലേലൂയ. ഓർമ്മപ്പെടുത്തല മക്കളെ, ദൈവത്തിന്റെ വചനം മുഴുവൻ ഓർമ്മപ്പെടുത്തല. അവന്റെ സ്നേഹത്തിലേക്ക് നീ തകർന്നു പോകല്ല, നീ നശിച്ചു പോകല്ല, നീ വീണു പോകല്ല, നീ ബലപ്പെടണം. നിനക്ക് സൗഖ്യമുണ്ട്, നിനക്ക് വിടുതലുണ്ട്, നിന്റെ ദൈവം നിന്റെ കൂടെയുണ്ട്, നിന്റെ ദൈവത്തിന് നിന്നെ പറ്റി പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഏത് കുഴിയിൽ കിടക്കുന്നവരായിക്കൊള്ളട്ടെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നത്, നിന്നെ ഉയർത്തുവാൻ കർത്താവിന് പദ്ധതിയുണ്ട്, നിന്നെ രക്ഷിക്കുവാൻ കർത്താവിന് പദ്ധതിയുണ്ട്, നിന്നെ സുഖപ്പെടുത്തുവാൻ കർത്താവിന് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവമായ കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേൽ. ഓർപ്പിക്കണം മക്കളെ. ഹോളി സ്പിരിറ്റ് നടക്കുമ്പോഴൊക്കെ പറയണം, ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ,
പരിശുദ്ധാത്മാവ് വെളിയിൽ പരിശുദ്ധാത്മാവ് വരും. ഒച്ചത്തിൽ പറ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഒച്ചത്തിൽ പറ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഒച്ചത്തിൽ പറ ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. അവിടുന്ന് പീഡിതരെ സദ്വാർത്ത അറിയിക്കുവാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തു. ഐ ഷുഡ് പ്രീച്ച് ഗോസ്പൽ, ഐ ഷുഡ് പ്രീച്ച് ഗുഡ് ന്യൂസ്. നല്ലത് പറയാൻ അറിയാവോ മക്കളെ? നമുക്ക് സ്പീക്ക് ഗുഡ് ന്യൂസ്. കഴിഞ്ഞ ദിവസം RCCയിൽ ഉള്ളൊരു ഡോക്ടറിനോട് പങ്കുവെച്ചത് ഞാൻ പറയട്ടെ. തലശ്ശേരിയിൽ ഒരു ക്യാൻസർ സെൻ്റർ ഉണ്ട്, ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇവർ ഒന്നിച്ച് പഠിച്ചതോ മറ്റോ. വിളിച്ച വഴിക്ക് പറഞ്ഞു, ഞാൻ മടുത്തു. അങ്ങനെ ക്യാൻസർ രാവിലെ 6 മണിക്ക് ജോലിക്ക് കയറിയ വൈകിട്ട് 8. നമുക്ക് ചില ഡോക്ടർമാരുടെയൊക്കെ കഷ്ടപ്പാട്. അതുകൊണ്ട് ഡോക്ടറാകാനൊന്നും ആർക്കൊന്നും ഇഷ്ടമില്ലാത്തത്. നമ്മൾ എന്തൊക്കെ പറയും ഇവരെ? 6 മണിക്ക് ജോലിക്ക് കയറിയിട്ട് രാത്രിയിൽ 8 മണിക്ക്, എന്ന് വെച്ചാൽ 14 മണിക്കൂർ ആ ജോലി ചെയ്യുന്നത്. ഈ ഡോക്ടർ വിളിച്ചിട്ട് ഞാൻ മടുത്തു, ഞാനിത് ഇട്ടേച്ച് പോകാൻ പോവുക. നമുക്ക് പരിചയമുള്ള RCCയിലെ ഡോക്ടർ ഇന്നലെ എന്നോട് പറയും, ഞാനും ഇട്ടേച്ച് പോവുക. ദൈവമക്കളെ, നിങ്ങളോട് നെഗറ്റീവ് പറയുന്നവരുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടരുത്. അവനെ തള്ളിക്കളഞ്ഞേക്ക്. ഒരു നെഗറ്റീവ് പറയുന്നവരുടെ കൂടെ, കുറ്റം പറഞ്ഞ് നടക്കുന്നവരുടെ കൂടെ നീ നടക്കരുത്, നീ നശിച്ചു പോകും. ഹല്ലേലൂയ. നെഗറ്റീവ് പറയുന്നവരുടെ കൂടെ ഇരുന്ന് മക്കളെ. ഞാൻ അത്ഭുതത്തോടെ ഇത് നിങ്ങളോട് പറയുന്നത്. അത്രയും പഠിപ്പിച്ച് ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു ഡോക്ടറെ, നിങ്ങളെ ദൈവം തെരഞ്ഞെടുത്തതാണ്, നിങ്ങൾ ഇത്രയും പഠിപ്പുണ്ട്, നിങ്ങൾക്ക് ക്യാൻസർ രോഗികളെ സുഖപ്പെടുത്താനാണ്. ഞാൻ പറഞ്ഞു, എനിക്കെങ്ങാനും ഇതറിയാം, ഞാൻ വന്നുള്ളായിരുന്നു. പക്ഷെ എനിക്ക് പണിയറിയത്തില്ലല്ലോ. എനിക്ക് പണിയറിയാൻ ഞാൻ വന്നത് രാത്രിയിലാണ്. 24 മണിക്കൂർ കിടന്ന് ചത്താനെ ഞാൻ അതിനു വേണ്ടി. ഞാൻ പറഞ്ഞു, ഇതൊരു ഭാഗ്യമാണെന്ന് പറഞ്ഞേക്കല്ലോ കേട്ടോ, ഇതൊരു അനുഗ്രഹമാണെന്ന് പറഞ്ഞേക്കില്ല. അവനും ഇവനും പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് ഇട്ടിട്ടിറങ്ങിയാൽ ഒന്നുമല്ലാത്ത അവസ്ഥയിൽ ചെന്ന് നിൽക്കുന്ന ഒരു സമയം ഉണ്ടാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര നിയോഗങ്ങളൊക്കെ അങ്ങനെ മക്കളെ, സത്യമാ പറയാം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞായറാഴ്ച ഉൾപ്പെടെ ജോലിക്ക് ഇവിടെ RCCയിൽ ക്യാൻസർ രോഗികളല്ലേ കാണുന്നത്? എന്താ മരിക്കുന്നത്, ബലൂൺ പൊട്ടുന്നത് പോലെ മനുഷ്യജീവിതങ്ങളൊക്കെ പൊട്ടുന്ന ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില ഡോക്ടർമാരൊക്കെ ജീവിതം നമുക്ക് സഹിക്കത്തില്ല കേട്ടോ. ഈ മരണം, ഇങ്ങനെ സ്ഥിരം മരണം കാണുന്ന മനുഷ്യരെ പറ്റി നമുക്ക് മരണം, 2 പേരുടെ മരണം അടുപ്പിച്ച് കേട്ടാൽ തന്നെ നമുക്ക് അസ്വസ്ഥതയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മരണത്തിന്റെ പൂന്തോപ്പല്ലേ ക്യാൻസർ ആശുപത്രികൾ. അവിടെയൊക്കെ ജോലി ചെയ്യാൻ ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു ഡോക്ടറെ, ഒരു മാലാഖയായിട്ട് ദൈവം നിന്നെ അപ്പോയിന്റ് ചെയ്തിരിക്കുക. ഇട്ടേച്ചോടിയിട്ടൊന്നും നീ രക്ഷപ്പെടാൻ പോകുന്നില്ല. നല്ല ഹീലിംഗ് പവറുള്ളൊരു ഡോക്ടറായത്. ഈ ഡോക്ടർ ചികിത്സിച്ചാൽ രോഗികളെ സുഖപ്പെടുകയും ചെയ്യും. ആ ആളെന്നോട് പറയും, ഞാൻ നിർത്തുക അച്ചു, ഞാൻ ഈ പണി നിർത്തുക. ദൈവങ്ങളെ, അങ്ങനെ നിർത്തണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കാൻ നീ ആരാ? കർത്താവിന്റെ ആത്മാവ് നിന്റെ മേലുണ്ട്. യു ആർ ടു ഡിക്ലെയർ ഹീലിംഗ്. രോഗികളുടെ അടുക്കൽ സൗഖ്യം പറയാൻ വേണ്ടിയിട്ട് കർത്താവ് നിന്നെ നിയോഗിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച തന്നെ വേറൊരു മകളുമായിട്ട് വന്നു, ഹസ്ബൻഡും വൈഫും കൂടെ വന്നു. ഈ പെണ്ണിൻ്റെ നേരെ, ഭാര്യയുടെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് ചേട്ടൻ പറയുക, അച്ഛാ കൂടിയാൽ 20 ദിവസം ജീവിക്കും എന്ന് പറഞ്ഞതാണ്. 6 മാസം കഴിഞ്ഞു. നമുക്ക് ഡിക്ലെയർ ഹീലിംഗ്, ഡിക്ലെയർ ബ്ലെസ്സിങ്. ഓ, നീ ഒന്നും ഗുണം പിടിക്കാൻ പോകുന്നില്ലടാ, പിള്ളേരോട് പറയുന്നതാ. ഇല്ലടാ കൂട്ടാ, നീ 1ാം റാങ്കി വരും, നീ ഫസ്റ്റ് റാങ്ക് കിട്ടും, നിനക്ക് നീ മിടുക്കനായിട്ട് വരുവടാ കൊച്ച്. ഞാൻ കണ്ടിട്ടുണ്ട് മക്കളെ, ഈ ഒറ്റ വാക്കിൽ ഉന്നത വിജയം നേടുന്ന കൊച്ചുങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. മാതാപിതാക്കൾ എന്നോട് അച്ഛാ അന്ന് വന്ന് പ്രാർത്ഥിച്ചില്ലേ, അതിപ്പിന്നെ അവൻ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, പരീക്ഷയിൽ അവന് നല്ല മാർക്ക് കിട്ടുന്നുണ്ട്. ഹല്ലേലൂയ, ഒച്ചത്തിൽ പറ ഹല്ലേലൂയ. മിണ്ടാതിരിക്കാതെ എൻ്റെ പൊന്നു മക്കളെ, ഒച്ചത്തിൽ ഹല്ലേലൂയ പറ. മക്കളെയൊക്കെ നെറ്റിയിൽ കുരിശ് വരച്ചു. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടടാ കുട്ടാ, ദൈവം നിനക്ക് ഉന്നത വിജയം തരട്ടടാ മോനെ. കൊച്ചുങ്ങളെ കല്യാണം, മോളെ നിനക്ക് യോഗ്യനായ ഒരു വരനെ കർത്താവ് തരട്ടെ മോളെ. ദൈവത്തിന്റെ കുടുംബജീവിതത്തെ അനുഗ്രഹിക്കട്ടെ, നിനക്ക് മക്കളുണ്ടാവട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകത്തെ സദ്വാർത്ത അറിയിക്കുക. ഒരു ദൈവ പൈതലിന്റെ, ഒരു വിശ്വാസിയുടെ, ഒരു ക്രിസ്ത്യാനിയുടെ കടമയാണ് നല്ല കാര്യം പറയുക, നല്ല വിശേഷം പറയുക, അനുഗ്രഹം പറയുക, ഗുഡ് ന്യൂസ് പറയുക. ഹല്ലേലൂയ. പ്രവചിക്കണം മക്കളെ, പ്രവചിക്കണം. അത് പരിശുദ്ധാത്മ ഉള്ളിൽ തരും.
എന്ത് പറ്റുമെന്നറിയാമോ? നിന്റെ ജീവിതം മുഴുവൻ ഗുഡ് ന്യൂസ് ആയിട്ട് മാറും. നീ മറ്റുള്ളവർക്ക് നന്മ പറഞ്ഞ് ജീവിക്കുമ്പോഴേ നിന്റെ ജീവിതം ഒരു ഗുഡ് ന്യൂസ് ആക്കി കർത്താവ് മാറ്റും. നല്ലത് പറയണം. പൈസയില്ല വീട്ടില്, നമുക്ക് ദൈവം തരുമെന്ന്. നാളെ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ഗാഡ് വിൽ ബ്ലെസ് us tomorrow. ഒന്നുമില്ലെന്ന് പറയില്ല, കർത്താവ് നാളെ അനുഗ്രഹിക്കും നമ്മളെ. അവങ്ങളിത് തിരിച്ചറിയണം മക്കളെ. കർത്താവിന് ആ കൊച്ച് ഇതുപോലെ 8 മണിക്ക് 8:30 ഈ വചന ശുശ്രൂഷ ആരംഭിക്കും. വചനം കേട്ട ആ സെക്കൻഡിൽ സുഖപ്പെടുക. ഒരനുഗ്രഹം ഉണ്ടെന്ന്, ഒരു കൃപയുണ്ടെന്ന്, ഒരു വിടുതലുണ്ടെന്ന്, ഒരു ദൈവപ്രവൃത്തി ഉണ്ടെന്ന്. God's act, a divine act. Hallelujah. പീഡിതരെ ഒരുപാട് വേദനിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളാരും നമുക്ക് വേണ്ടിയിട്ടല്ല. വിഷമിക്കുന്നവരുണ്ട്, സങ്കടപ്പെടുന്നവരുണ്ട്, ദുഃഖിക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനും നിങ്ങളും ഒക്കെ. അച്ഛൻ്റെ പണി മാത്രം, നിങ്ങളുടെ എല്ലാവരുടെ കടമേതാ. ഈ കൂടാരത്തിൽ വരുന്ന സകലരും നന്മ പറയുന്നവരായിട്ട് മാറണം. ഈ കൂടാരത്തിൽ വരുന്നവർക്ക് സുവിശേഷം പറയുന്നവരാകണം. ഈ കൂടാരത്തിൽ വരുന്നവർക്ക് അനുഗ്രഹം പറയുന്നവരാകണം. പലതരം ഹല്ലേലൂയ. നിങ്ങൾ ചെയ്തു നോക്കിയ നിങ്ങളുടെ ജീവിതം മാറും. നിങ്ങളുടെ മെന്റാലിറ്റി മാറും. നിങ്ങൾക്ക് ഡിപ്രഷന് മരുന്ന് കഴിക്കേണ്ടി വരത്തില്ല. ഹല്ലേലൂയ. 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 സുവിശേഷം പറയണം, ക്രിസ്തുവിനെ പറ്റി പറയണം, രക്ഷയെ പറ്റി പറയണം, അനുഗ്രഹത്തെ പറ്റി പറയണം. ഹല്ലേലൂയ. 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 അല്ലേ? ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. ജീവിതം സുന്ദരമാണെന്ന് പറഞ്ഞു കൊടുക്കണം മക്കളെ. ചില മക്കളെ കാണാം, ഞാൻ കല്യാണം കഴിക്കണില്ല. എന്നാ കാര്യം? എൻ്റെ അപ്പനും അമ്മയും കിടന്ന് അടിക്കുന്ന അടി കണ്ടിട്ടില്ലേ? അച്ഛാ, ഇതാ കുടുംബജീവിതമെങ്കിൽ ഈ കുടുംബജീവിതം എനിക്ക് വേണ്ട. കുടുംബങ്ങളിലെ പ്രശ്നങ്ങൾ കണ്ട് ദൈവങ്ങൾ അവിവാഹിതരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. വിവാഹം കഴിക്കാൻ ധൈര്യമില്ലാത്ത മക്കളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ലെറ്റ് യുവർ ലൈഫ് ബി എ ഗോസ്പൽ. ലെറ്റ് യുവർ ലൈഫ് ബി എ ഗുഡ് ന്യൂസ്. നിന്റെ ജീവിതം ഒരു സദ്വാർത്തയായി, നിന്റെ ജീവിതം ഒരു സുവിശേഷമായി നിന്റെ ജീവിതത്തെ മാറ്റണം. ഹല്ലേലൂയ. വലുതേമർത്ത് ഹല്ലേലൂയ. മക്കളെ, സ്വർഗരാജ്യത്തിന്റെ രുചിയുണ്ട് നിന്റെ ജീവിതത്തിന്. സ്വർഗത്തിന്റെ മണമുണ്ട് നിന്റെ ജീവിതത്തിന്. സ്വർഗത്തിന്റെ ഭംഗിയുണ്ട് നിന്റെ ജീവിതത്തിന്. ഹല്ലേലൂയ. 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 അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അനോയിന്റിംഗ്, അപ്പോയിന്റ്മെന്റ്. നമുക്ക് എല്ലാവർക്കും ദൈവങ്ങൾ തിരിച്ചറിഞ്ഞോണം. അപ്പോയിന്റ്മെന്റ്. നീ ഏത് ജാതിയിലും ഏത് മതത്തിൽപ്പെട്ട വ്യക്തി ആയിക്കൊള്ളട്ടെ, നീ ഏത് തകർച്ചയിലൂടെ ദുരന്തത്തിലും, you have an appointment of God. ഹല്ലേലൂയ. ഹല്ലേലൂയ. അച്ഛനെ അപ്പോയിന്റ് ചെയ്യുന്ന സഭയാ, രൂപതയാ. ദൈവങ്ങളെ, അതിനപ്പുറത്ത് എൻ്റെ ദൈവത്തിൻ്റെ ഒരു അപ്പോയിന്റ്മെന്റ് എൻ്റെ മേലുണ്ട്. ദൈവങ്ങളെ, നിങ്ങളുടെ ഓരോരുത്തരുടെയും മേല് ഒരു ഡിവൈൻ അപ്പോയിന്റ്മെന്റ് ഉണ്ടെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു ദൈവനിയോഗം ഉണ്ട് മക്കളെ, എൻ്റെ പൊന്നു മക്കളെ. നിങ്ങളെ പറ്റി ഒരു ദൈവനിയോഗം ഉണ്ട്, ഒരു ദൈവ പദ്ധതിയുണ്ട്, ഒരു ദൈവ നിശ്ചയമുണ്ട്. ഹല്ലേലൂയ. അനോയിന്റഡ്. തൈലം ഒഴിച്ചു കഴിഞ്ഞു, തലേ കൂടെ തൈലം ഒഴിച്ചു കഴിഞ്ഞു. എഴുതി തന്ന അപ്പോയിന്റ്മെന്റ് ഇല്ല, ഹൃദയത്തിലേക്ക് പകരും. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ പകരും. ഹല്ലേലൂയ. 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 അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്ത് ദൈവമക്കളൊന്ന് എഴുന്നേറ്റ് ഇരു കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഈ നിമിഷങ്ങളിൽ ഒരു അത്ഭുതകരമായ കൃപ ലഭിക്കട്ടെ, അത്ഭുതകരമായ ശക്തി തരട്ടെ. ഇരു കരങ്ങളും വിളിക്കോയേ. കർത്താവിന്റെ ആത്മാവിന്റെ മേലുണ്ട്. അവിടുന്ന് എന്നെ സദ്വാർത്ത അറിയിക്കുവാൻ, പീഡിതനെ സദ്വാർത്ത അറിയിക്കുവാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അത്ഭുത അഭിഷേകങ്ങൾ നിറയട്ടെ, അത്ഭുത കൃപകൾ നിറയട്ടെ, അത്ഭുത ശക്തി നിറയട്ടെ. ഈശോയേ. സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ അർത്ഥനകൾ. ഉപേക്ഷിച്ചാലുപേക്ഷിക്കാതെ